ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ ആശീർവാദം എന്നല്ല എന്ന് പറയുന്ന എൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ജനറൽ സബ്ജക്റ്റാണ്. അതായത് ഇപ്പോൾ ഓണമൊക്കെ ആണല്ലോ. ഓണത്തിൻ്റെ ഒരുക്കങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരുപാട് ക്ലീനിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ഓൾറെഡി നിങ്ങൾ ചെയ്ത് കാണും. ചെയ്യാത്തവർക്കായിട്ട് ഇത് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓണം സമയമല്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മളുടെ വീട്ടിൽ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ജാപ്പനീസ് മെത്തേഡാണ് കോൺമാരി മെത്തേഡെന്ന് പറഞ്ഞിട്ട്. ഈ മെത്തേഡിൽ എങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 4 പോയിൻറ്റ്സ് ഉണ്ട് അതിനകത്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ നമ്മൾ ശ്രദ്ധയോടെ റെഗുലറായിട്ട് ചെയ്താൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒന്നാമതായിട്ട് റിമൂവ് അൺവാണ്ടഡ് തിങ്സ് ഫ്രം ദ റൂം. നമ്മളിപ്പോൾ ഒരു റൂമാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ അവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം എടുത്തു മാറ്റുക. ഒരുപാട് സാധനങ്ങൾ കാണും നമ്മൾ പിന്നെ യൂസ് ആകും അങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് വർഷങ്ങളോളം യൂസ് ചെയ്യാതിരിക്കുന്ന സാധനങ്ങൾ കാണും. നമുക്ക് ഡെയിലി യൂസ് ഇല്ലാത്ത സാധനങ്ങൾ കാണും. അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. അൺവാണ്ടഡ് തിങ്സ് അതൊക്കെ മാറ്റുക. രണ്ടാമതായിട്ട് ഓർഗനൈസ് ചെയ്യുക. ആവശ്യമുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് അടുക്കി വെക്കുക. അതിന് നമ്മൾ ഒരു ചാർട്ട് മാതിരി ഉണ്ടാക്കി വെച്ചാലും നന്നായിരിക്കും. സിസ്റ്റമാറ്റിക്കായിട്ട് അത് സാധനങ്ങൾ അടുക്കി വെക്കാൻ പറ്റും. മൂന്നാമതായിട്ട് കീപ്പ് ഇറ്റ് ഇൻ ദ സെയിം പ്ലേസ്. നമ്മൾ ഒരു പ്രാവശ്യം അടുക്കി വെച്ചു, സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നു, തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വയ്ക്കുക. അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അറൗണ്ട് 2013-14 ആ ടൈമിൽ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ മോന് US അവൻ ബാച്ചിലറാണ്. അവന് റൂംമേറ്റ് ഒരാളുണ്ട്. പക്ഷേങ്കിൽ അവന് സ്വന്തമായി വാങ്ങിച്ച വീടാണ്. ആ വീട്ടിൽ അവന് ഇവിടെയുള്ള സമയത്ത് ഒരു കാര്യങ്ങളും നേരം വണ്ണം ചെയ്യാത്തവനാണ്. അവൻ്റെ മുറിയാണെങ്കിൽ തന്നെ അത്യാവശ്യം ക്ലീനാക്കി വെക്കുമെന്നുള്ളതല്ലാതെ ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ടൊന്നും ചെയ്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കിച്ചണിലുള്ള അറേഞ്ച്മെൻറ്റ്സ്, അവൻ്റെ പാർക്കിംഗ് ചെയ്യുന്ന ഗ്യാരേജിൽ അവിടെയുള്ള അറേഞ്ച്മെൻറ്റ്സ്, റൂമിലുള്ള അറേഞ്ച്മെൻറ്റ്സ്, ഹാളിൽ, അതായത് ഓരോ സ്ഥലത്തും കറക്റ്റായിട്ട് ഈ സാധനങ്ങൾ വെക്കുക. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ്, മമ്മി എടുക്കുന്ന സാധനം തിരിച്ച് അതേ പ്ലേസിൽ തന്നെ വെക്കണം എന്ന് പറഞ്ഞ്. ഞാനത് മാക്സിമം ട്രൈ ചെയ്തു. എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തിയ ഒരു സൂചി നൂല് മുതൽ അവൻ്റെ ഗാരേജിലുള്ള ടൂൾസ് സഹിതം ഓരോന്നിനും ഓരോ പ്ലേസ് ഉണ്ട്. അത് അവിടെ നിന്ന് ഒരു സാധനത്തിനും തപ്പി നടക്കണ്ടെന്നർത്ഥം. ഞാൻ വിചാരിച്ചു ഇവരെങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പഠിച്ചതെന്ന്. അപ്പോൾ എന്തായാലും മനസ്സുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലായി. എന്തായാലും മൊത്തത്തിൽ എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തിയെന്നുള്ളതാണ്. അതായത് അവിടുത്തെ കിച്ചണിൽ 2 റാക്കായിട്ടാണ്. ഒന്ന് വന്നിട്ട് ഇന്ത്യൻ ഐറ്റംസ് വെക്കാനായിട്ടുള്ള റാക്ക്, അത് സെപ്പറേറ്റ്. മറ്റത് വന്നിട്ട് അവിടെ US അവരുടെ ഭക്ഷണത്തിൻ്റെ ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന വേറൊരു റാക്ക്. അതുപോലെ തന്നെ കിച്ചണിലാണെങ്കിലും വെസലും അതുപോലെ തന്നെയാണ്. യൂസ് ചെയ്യുന്നത് വേറെ വേറെ പാത്രങ്ങളാണ്. അതും വേറെ വേറെ കൗണ്ടറിലാണ് വെച്ചിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയുന്നതെന്ന് മാത്രം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വളരെ നമുക്ക് സിസ്റ്റമായിട്ട് ചെയ്യുമ്പോൾ എന്താകും, നമ്മുടെ ടൈം ഒരുപാട് സേവ് ആകും. പ്ലസ് നമ്മൾ ഒന്നും തിരയേണ്ട ആവശ്യം ഉണ്ടാവില്ല, അവിടെ തന്നെ തിരിച്ച് വെക്കുക. അത് ശീലിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ പഴയ ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വെളിയിൽ കളയാനായിട്ട് ശ്രദ്ധിക്കണം. വീട്ടിൽ ഓരോ റൂമിലും വെക്കേണ്ട സാധനങ്ങൾ അതാത് റൂമിൽ തന്നെ വയ്ക്കാനായിട്ട് നമ്മൾ ശീലിക്കണം. അതുപോലെ തന്നെ എടുക്കുന്ന സാധനങ്ങൾ എടുത്ത സ്ഥലത്ത് തന്നെ തിരികെ വയ്ക്കണം എന്നുള്ള നിർബന്ധമായിട്ട് വീട്ടിലുള്ളവരോടും കൂടെ പറഞ്ഞാലേ അത് നടക്കത്തുള്ളൂ. നമ്മളൊരു വ്യക്തി മാത്രമല്ലല്ലോ ഒരു ഭവനത്തിലുള്ളത്.
അപ്പോൾ മറ്റുള്ളവരോടും കൂടെ പറയണം. അങ്ങനെ ഒരു ശീലമുണ്ടാക്കുക. 4-മതായിട്ട് വീട് ക്ലീൻ ചെയ്യുന്നതിന് ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേടായ സാധനങ്ങൾ, അതുപോലെ തന്നെ സെൻറ്റിമെൻ്റൽ കണക്ഷനുള്ള കുറേ ഗിഫ്റ്റുകൾ കാണും, അല്ല കുറേ ഡ്രസ്സസ് കാണും. അങ്ങനെ കുറേ നമുക്ക് സെൻറ്റിമെൻ്റലായിട്ടുള്ള എത്രയോ വർഷങ്ങൾ കൊണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും സാധനങ്ങളൊക്കെ. അത് ശരിക്കും അത് വെക്കുന്നത് കൊണ്ട് നമുക്ക് സ്ഥലം നഷ്ടപ്പെടുന്നതല്ലാതെ എന്തെങ്കിലും അതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് അതിൽ നമുക്ക് ഏറ്റവും സെൻറ്റിമെൻ്റലായിട്ട് തോന്നുന്ന സാധനങ്ങൾ വെക്കുക, ബാക്കിയുള്ളത് മാറ്റിക്കളയുക. ഏറ്റവും അത്യാവശ്യമുള്ളത് മാത്രം സൂക്ഷിക്കുക. ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം അടുക്കി വയ്ക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെ പറഞ്ഞാൽ മാസം തോറും അടുക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ കബോർഡൊക്കെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സീസൺ വൈസുള്ള തുണികൾ സെപ്പറേറ്റായിട്ട് അടുക്കി വെക്കുക. നമുക്കറിയാം സമ്മറിലിടുന്ന ഡ്രസ്സല്ല നമ്മൾ വിൻ്ററിലിടുന്നത്, അല്ലെങ്കിൽ വിൻ്ററിലിടുന്ന ഡ്രസ്സല്ല നമ്മൾ റെയിനി സീസണിലിടുന്നത്. മൺസൂൺ കാലത്ത് അപ്പോഴുള്ള ഡ്രസ്സ് നമ്മൾ ധരിക്കുന്ന അതൊക്കെ വേറെ ടൈപ്പിലുള്ളതാണ്. അപ്പോൾ നമുക്ക് മാറ്റി അത് ഇപ്പോൾ കോട്ടൺ ആയിരിക്കുമല്ലോ നമ്മൾ അധികവും സമ്മറിൽ യൂസ് ചെയ്യുക. അപ്പോൾ വേറെ സീസണിൽ അത് ഇടാറില്ലെങ്കിൽ അത് സെപ്പറേറ്റായിട്ടൊരു പാക്കിംഗ് ആയിട്ട് തന്നെ വയ്ക്കണമെന്നാണ് പറയുന്നത്. ഡ്രസ്സ് മാത്രമല്ല, നമ്മളുടെ കുടയായ, അതുപോലെ തന്നെ നമ്മുടെ ചപ്പൽ, അതുപോലെ നമ്മുടെ ഷൂസ് എല്ലാം ഒരേ സീസണിലിടുന്ന പോലത്തെ ചെരുപ്പ് ആയിരിക്കത്തില്ലല്ലോ യൂസ് ചെയ്യുന്നത്. ഇപ്പം ലെതറിൻ്റെ ചെരുപ്പാണെങ്കിൽ അത് നമ്മൾ മഴക്കാലത്തിടാൻ പറ്റില്ല. അതുപോലെ തന്നെ റെക്സിൻ ചേർന്ന സാധനങ്ങൾ, അങ്ങനെ നമ്മൾ സീസൺ വൈസ് യൂസ് ചെയ്യുന്ന പോലെ. അതുപോലെ കുടകൾ എപ്പോഴും ആവശ്യമില്ലാത്തൊരു സാധനമാണ്, ആവശ്യമുള്ളപ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന പോലെ. അപ്പോൾ ആ സീസൺ വൈസ് അതൊക്കെ സാധനങ്ങൾ അടുക്കി വെക്കാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി വേറൊരു കാര്യമാണ് ഈ ബുക്സ്. ഒരുപാട് ബുക്സ് കാണുമല്ലോ വീട്ടിൽ. അത് കാറ്റഗറി വൈസ് ഓരോ ഷെൽഫിൽ വയ്ക്കണം. ഈ പറയുന്ന എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം കുറേ ചെയ്തതാണ്, പിന്നെയും പഴയപടിയായി എന്നുള്ളതാണ്. ഇപ്പം കുറേ സമയം അതിന് കണ്ടെത്തണം. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കാറ്റഗറി വൈസ് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷെൽഫിലും വെച്ച് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റ് വൈസ് അറേഞ്ച് ചെയ്താൽ അത് എടുക്കാനും വെക്കാനും വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് വേറൊരു സാധനം, കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ്. അതിൻ്റെ നല്ല ഭംഗിയുള്ള കാലിക്കുപ്പികളൊക്കെ കാണും. അത് ഉപയോഗം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീട്ടിൽ നിന്നും പുറത്ത് കളയുക. ഇപ്പോഴൊക്കെ കുറേ പേര് അതിൻ്റെ ചെടികളൊക്കെ നടാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. എന്തായാലും വീടിന് വെളിയിലേക്ക് അതിനെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. ഉപയോഗം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുറേ സാധനങ്ങൾ കാണും നമുക്ക്. അത് അപ്പോൾ തന്നെ അത് വെളിയിൽ കളയുക എന്നുള്ളതാണ്. ഒരു സാധനം എടുക്കുമ്പം ബാക്കിയുള്ളത് നിലത്തേക്ക് വീഴാത്ത വിധത്തിൽ വേണം നമ്മൾ തുണിയോ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുവാനായിട്ട്. പിന്നെ ഉള്ള കുറേ സാധനമാണ് നമ്മുടെ ഈ ഹാൻഡ് ബാഗ്, അതുപോലുള്ള നമ്മൾ ലേഡീസിന് പ്രത്യേകിച്ച് നമ്മുടെ കുറേ ആക്സസറീസ് ഉണ്ട്. അതിൻ്റെ കൂടെ മെഡിസിൻ യൂസ് ചെയ്യുന്നവർക്ക് അത് മെഡിസിനായിട്ട് തന്നെ ഒരു റാക്ക് വെക്കുക. അത് എടുക്കുന്നതും വെക്കുന്നതും എല്ലാം അവിടെ തന്നെ. ഇപ്പം മിക്കവാറും എല്ലാ വീടുകളിലും മരുന്ന് വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ വാങ്ങിക്കുന്നില്ലെങ്കിൽ പോലും ഒരു ചെറിയ ഷെൽഫ് അതിനായിട്ട് വെക്കുക. മെഡിസിന് ഇപ്പം ജസ്റ്റ് നോർമലായിട്ടുള്ള വിക്സ്, ഓയിൻമെൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക. അതുപോലെ തന്നെയാണല്ലോ ഈ ഡയബറ്റിക് പേഷ്യൻസ് ഉള്ള വീട്ടിൽ അവരുടെ മെഷീൻ ഒക്കെ ഉണ്ട്. അതുപോലെ ഹൈപ്പർ ടെൻഷൻ ചെക്ക് ചെയ്യുന്ന മെഷീനുണ്ട്. പിന്നെ വേപ്പർ എടുക്കുന്ന അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ കാണും തപ്പിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിനെല്ലാം കൂടെ ഒരു സ്ഥലം വയ്ക്കുക. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ കിച്ചണിൽ വന്നിട്ട് വലിയൊരു പ്രയാസമുള്ള കാര്യങ്ങളാണ് ഈ പാത്രങ്ങൾ അടുക്കി വെക്കുന്നത്. ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാരെങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ അവർക്കെല്ലാം കിച്ചണിൽ മേലെ ഷെൽഫിൽ അവർ അധികം യൂസ് ചെയ്യാത്ത സാധനങ്ങളെല്ലാം മേലെ എടുത്ത് വെക്കും.
വെറും അത്യാവശ്യത്തിന് അപ്പോഴപ്പോഴ് വേണ്ടിയ പാത്രങ്ങളും അതുപോലുള്ള സാധനങ്ങൾ മാത്രമേ അവർ കിച്ചണിൽ സൂക്ഷിക്കത്തുള്ളൂ. അത് പറഞ്ഞാൽ റീച്ചബിളായി നമ്മളുടെ തൊട്ടടുത്തുള്ള അല്ലെ നമുക്ക് ഉടനെ എടുക്കാവുന്ന രീതിയിലോ അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഈ പ്ലേറ്റുകൾ പാത്രങ്ങൾ അതെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കുന്ന കുറേ കാർഡ്ബോർഡ് ബോക്സിനകത്ത് യൂസ് ഇല്ലാത്തതൊക്കെ വെച്ച് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് പാത്രങ്ങളാണെങ്കിലും കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ. ബ്രേക്ക് ചെയ്യുന്നത് അത് അൺബ്രേക്കബിളും അതുപോലെ തന്നെയാണ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, ഈവൻ കോപ്പർ, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ വീടുകളിലുണ്ട്. അതെല്ലാം വന്നിട്ട് വേണ്ടാത്തതെല്ലാം ഡിസ്പോസ് ചെയ്യുക. ആക്രിക്കാർക്ക് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കുക, വെറുതെ കൊടുക്കുക, ഗിഫ്റ്റെന്നല്ല. എന്തായാലും മൊത്തത്തിൽ നമ്മുടെ വീടൊന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം എന്തുമാത്രം സാധനങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് ഈ ലോക്ക് ആൻഡ് കീ ഒക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് നാട്ടിലുണ്ടോയെന്ന് ഡോർ ലോക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും പല ഓരോ ഡോറിനും ഓരോ കീ ഉണ്ട്. അതുപോലെ കബോർഡിൻ്റെ കീ, ആ കീ എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് തപ്പി നടക്കാനും സമയമില്ല. അപ്പോൾ അതൊരു ഹാങ്കർ വെച്ചിട്ട് അതിൽ തൂക്കിയിടുക. അപ്പം കീ തൂക്കിയിടാവുന്ന പോലെയുള്ള. അതുപോലെ തന്നെ മെഡിസിൻ്റെ പറയുമ്പോൾ നമ്മൾ ഈ ഹോട്ട് വാട്ടർ ബാഗ്, പിന്നെ ആവി പിടിക്കുന്ന ചില സാധനങ്ങൾ, ചൂട് വെക്കുന്നത്, ഇങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ അതിനെല്ലാം കൂടി നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റെഗുലർ മെഡിസിൻ വെക്കുന്നത് കൂടാതെ ഇങ്ങനെയുള്ള ആക്സസറീസിന് വേണ്ടിയിട്ട് അതിനൊരു കവറോ അല്ലെ ഒരു ബോക്സോ എന്തെങ്കിലും വയ്ക്കുക, എന്നിട്ട് അതിൽ സൂക്ഷിക്കുക. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളും ഡെയിലി യൂസ് ചെയ്യാത്ത സാധനങ്ങളുമുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ ഡ്രസ്സുകൾ, അതുപോലെ ഓർണമെൻറ്റ്സ്, അത് സ്വർണ്ണമായിരിക്കാം അല്ലെങ്കിൽ വേറെ ആർട്ടിഫിഷ്യൽ ഐറ്റംസ് ആയിരിക്കാം, എന്താണെങ്കിലും അതൊക്കെയും സെറ്റ് മാതിരി നമ്മൾ അറേഞ്ച് ചെയ്ത് ഒരു ഡ്രസ്സ് അതിന് മാച്ച് ആകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇടുന്നതായ ഡ്രസ്സുകൾക്ക് ഡെയിലി വെയറിങ്ങിനുള്ളത് അത് വേറെ, അതിനുള്ള ആക്സസറീസ് വേറെ, അങ്ങനെയെല്ലാം കാറ്റഗറൈസ് ചെയ്ത് സെപ്പറേറ്റായിട്ട് വെച്ചാൽ അത് നമുക്ക് ടൈമും സേവ് ആകും, നമ്മുടെ വീടും കുറച്ച് അറേഞ്ച് ആയിട്ടിരിക്കുന്നുള്ള. പിന്നെ നോക്കുമ്പോൾ നമ്മളുടെ ഈ മൊബൈൽ ചാർജറും മൊബൈലിൻ്റെ സാധനങ്ങൾ, അതുപോലെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് മാത്രമല്ല ടാബ്, അത് ഇതെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിറയെ സാധനങ്ങൾ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒഴികെ ബാക്കിയെല്ലാം വന്നിട്ട് അത് മാറ്റി വയ്ക്കാതെ അത് കൂടുതൽ കാലം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മളത് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റാത്ത രീതിയിലായിപ്പോവും. ഒന്നെങ്കിൽ യൂസ് ഇല്ല എങ്കിൽ അത് വിൽക്കുകയോ അല്ലെ എന്തെങ്കിലും ഡിസ്പോസ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത സാധനമാണ് വാച്ചസ്. കുറേ വാച്ചുകൾ, അതായത് എത്ര വാച്ച് വേണ്ടെന്ന് വെച്ചാലും നമ്മളുടെ കയ്യിൽ വാച്ചുകൾ കാണും. അപ്പോൾ ഈയിടെ എന്നോട് ഒരു വാച്ച് റിപ്പയർ ചെയ്യുന്ന സർവീസിങ് ചെയ്യുന്ന ഒരു ആൾ പറയാനുണ്ടായി, വാച്ച് വന്നിട്ട് നമ്മൾ കബോർഡിനുള്ളിൽ സൂക്ഷിച്ചാൽ അത് സ്ലോ ആയി പോകുന്നു. അത് ബാറ്ററി ഉള്ളതാണല്ലോ ഇപ്പോൾ എല്ലാം ഉള്ളത്, പക്ഷേ എന്നാലും അത് കബോർഡിനുള്ളിൽ വെച്ചാൽ നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് സ്ലോ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സേഫായിട്ടുള്ളൊരു പ്ലേസ് വേണം, വേറെ ആരും എടുക്കാത്ത രീതിയിൽ അതിന് നമ്മുടെ വാച്ചുകളെ ഒരു ഓപ്പൺ ബോക്സിലോ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് വരുന്ന ബോക്സിലോ അങ്ങനെയുള്ള എന്തെങ്കിലും വാച്ചസ് വന്നിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അല്ല വാച്ചിൻ്റെ തന്നെ ബോക്സ് കാണും, അതിനകത്തൊക്കെ വെക്കണം. അതുപോലെ കുറേ സാധനങ്ങൾ നമുക്ക് ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ളതും ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെ ഒത്തിരി സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് വന്നിട്ട് ഈ സൂട്ട് കേസ് കാര്യങ്ങളെല്ലാം വന്നിട്ട് നമുക്കതിന് വെക്കാനായിട്ട് മിക്കവാറും എല്ലാ വീട്ടിലും അതിന് പ്രത്യേകം സ്റ്റോറേജൊക്കെ കാണുമായിരിക്കും. അതിൽ സ്റ്റോറേജിൽ വയ്ക്കുക. പിന്നെ എല്ലാം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ തന്നെയുള്ള സാധനമാണ് വാട്ടർ ബോട്ടിൽ, ഫ്ലാസ്ക്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം
അത് ഏകദേശം ഒരേ ഏരിയയിൽ വരുന്ന പോലെ വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് വേണമെന്നപ്പോൾ നോക്കിയിട്ടെടുത്താൽ മതിയല്ലോ. അതൊക്കെ മിക്കവാറും ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ പ്രിൻ്റർ കാണും, അവരുടെ കുറേ സാധനങ്ങൾ കാണും ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പം അതൊക്കെയും അതിനായിട്ട് ഒരു റൂം സ്പെയർ ചെയ്യാനുള്ളവർക്ക് കുഴപ്പമില്ല. ഇല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ടേബിളെങ്കിലും അതിനോടുള്ള ടേബിൾ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡ് കാര്യം അങ്ങനെ ഒരു ഏരിയ അതെപ്പോഴും നല്ലതായിട്ട് സൂക്ഷിച്ച് വെക്കുക. നല്ല വൃത്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും സാധനം എടുത്തെടുത്ത് തന്നെ വയ്ക്കുക. അങ്ങനെ നമ്മളും നമ്മുടെ മക്കളെയും ശീലിപ്പിക്കണം. നമ്മൾ മാത്രം ചെയ്താൽ നടക്കത്തില്ല. മക്കളെയും വീട്ടിലുള്ളവരോടും പറയുക. അങ്ങനെ നമ്മളുടെ ഓണക്കാലം നമുക്ക് വളരെ വൃത്തിയായിട്ടും നമ്മുടെ സാധനങ്ങളെല്ലാം നിരന്ന് കിടക്കാതെ എല്ലാം വളരെ ഭംഗിയായിട്ട് അടുക്കി എല്ലാ മാസവും ഒരു പ്രാവശ്യം നമ്മൾ ക്ലീനിങ് ചെയ്യുന്ന ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു രീതി അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് നമ്മൾ ഉണ്ടാക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചുരുക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ ടു ഓൾ.